ഈ SIT സംഘം പറയുന്നത് പോലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണന് യാതൊരു ബന്ധവുമില്ല എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അതിന് തെളിവായിട്ട് ഈ പറയുന്നത് പോലെ തനിക്ക് ഇവരെ അറിയില്ല എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നു. ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള തെളിവുകളും ഇല്ല എന്ന് പറയുന്നു. തിരുവനന്തപുരത്തേക്ക് വരുന്നത് മകളെ കാണാൻ വേണ്ടിയാണ്, അവിടെ പഠിക്കുകയാണ് എന്ന് പറയുന്നു. അതല്ലാതെ കേരളവുമായി യാതൊരു കണക്ഷനുമില്ല എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. SIT സംഘത്തിന്റെ ഒരു അനുമാനപ്രകാരം എന്താണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ശ്രീകൃഷ്ണന് യഥാർത്ഥത്തിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഡി മണിയും ശ്രീകൃഷ്ണനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും എവിഡൻസ്, വാലിഡ് എവിഡൻസ് SITക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രജിനുണ്ട്. അതായത് SITയുടെ പക്കൽ നിലവിൽ ശ്രീകൃഷ്ണനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ തെളിവുകൾ നിലവിൽ SITയുടെ പക്കൽ ഉണ്ട് എന്നാണ് നമുക്ക് SITയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. നിലവിൽ നമ്മൾ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാദങ്ങൾ, അല്ലെങ്കിൽ അയാൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും കേട്ടു. അയാൾ എന്താണ് തൊഴിൽ, എന്താണ് ഈ ആളുകളെയൊക്കെ തന്നെ തനിക്ക് അറിയില്ല എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ നിലവിൽ SITയുടെ കണ്ടെത്തൽ ഈ ഡി മണിയുടെ സഹായിയാണ് ശ്രീകൃഷ്ണൻ. ഡി മണിക്ക് എന്ത് തൊഴിലാണോ ആ തൊഴിലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സഹായിക്കുന്ന ആളാണ് ശ്രീകൃഷ്ണൻ. ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിലവിൽ ഡി മണിയുമായി നേരിട്ട് ബന്ധപ്പെട്ടതിൻ്റെ തെളിവ് SITയുടെ പക്കലില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഇപ്പോൾ നമ്മൾ പ്രതികരണം എടുത്ത ഈ ശ്രീകൃഷ്ണനുമായിട്ടുള്ള ഫോൺ കോൾ, ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ SITയുടെ പക്കലുണ്ട്. പക്ഷേ അതെന്തെങ്കിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ള കാര്യത്തിലില്ല. ഈ ബന്ധം ഉറപ്പിക്കുന്നത്, അതായത് നിലവിൽ ഈ വിദേശ വ്യവസായി പറയുന്ന മൊഴി അനുസരിച്ച് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ശ്രീകൃഷ്ണനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് SIT സ്ഥിരീകരിക്കുന്നത്. കാരണം നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രേഖകളിൽ ഒരുപാട് രേഖകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതര സംസ്ഥാനങ്ങളിലടക്കം സ്ഥലമിടപാടുകൾ നടത്തിയതിൻ്റെ രേഖകൾ കണ്ടെത്തിയിരുന്നു. അത്തരം രേഖകളിൽ നിന്ന് പല നമ്പറുകൾ കണ്ടെത്തിയിരുന്നു. ആ നമ്പറുകൾ SIT പരിശോധിച്ചതിൽ ഒരു നമ്പർ ഇപ്പോഴിതായി വിരുദനഗറിലെ രാജപാളയത്ത് താമസിക്കുന്ന ഈ ശ്രീകൃഷ്ണൻ്റെ നമ്പറാണെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പക്ഷേ പിന്നീട് ആ അന്വേഷണത്തിന് യാതൊരു തുമ്പിൽ ലഭിച്ചില്ല. അപ്പോഴാണ് ഈ വിദേശ വ്യവസായിയുടെ ഒരു വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. അത്തരം മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിരുദനഗറിൽ രാജപാളയത്തിലെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രജ ശ്രദ്ധിക്കേണ്ടത്, 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിൽ അന്ന് ഇയാളുടെ വീട്ടിൽ 5 മണിക്കൂറോളം നേരമാണ് SIT പരിശോധന നടത്തിയത്. ഒരു വീട്ടിൽ 5 മണിക്കൂറോളം SIT പരിശോധന നടത്തണമെങ്കിൽ ഇയാൾക്കെതിരായ പല മൊഴികൾ മാത്രമല്ല പല തെളിവുകൾ SITയുടെ പക്കൽ ഇല്ലാതെ ഇയാളുടെ വീട്ടിൽ 5.5 മണിക്കൂറോളം തെളിവെടുപ്പ് അല്ലെങ്കിൽ ഈ രീതിയിൽ പരിശോധന നടത്തുകയില്ല. ഒപ്പം തന്നെ 30-ാം തീയതി ഇയാളോടുകൂടി നേരത്തെ ഡി മണിയെയും ബാലമുരുകനെയും മാത്രമല്ല ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ശ്രീകൃഷ്ണനോട് 30-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SITക്ക് ഇയാളുമായി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന പല വിവരങ്ങളും ഇയാളെ സംബന്ധിച്ച് ഉണ്ട് പ്രധാനപ്പെട്ട വസ്തുതയാണ്. മനീഷ്, എന്തായാലും അത്രയും സ്ട്രോങ് എവിഡൻസ് തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് രാജപാളയത്തെ വീട്ടിൽ SIT സംഘം എത്തിയതും ശ്രീകൃഷ്ണന്റെ വീട്ടിലെത്തിയതും ശ്രീകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തിയതും 5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പരിശോധനയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറുഭാഗത്ത് ഇതെല്ലാം തന്നെ നിഷേധിക്കുന്നുണ്ട്. തനിക്ക് യാതൊരു പങ്കും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല എന്ന് പറയുന്നു. ഇപ്പം പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഡി മണി, ബാലമുരുകൻ ഇവരെ ആരെയും അറിയില്ല എന്ന ശ്രീകൃഷ്ണന്റെ വാദവുമുണ്ട്. 2 കാര്യങ്ങൾക്കാണ് ഇതിനകത്ത് സാധ്യതയുള്ളത്. ഒന്നുകിൽ ഇതിലെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ കേസിലെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ പട്ടിച്ച കള്ളനാണെന്ന് പറയാം. ഈ പറയുന്നത് പോലെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഒരു തിരക്കഥ പോലെ അദ്ദേഹം പറയുന്നുമുണ്ട്. എന്തായാലും SITയുടെ മുന്നിലുള്ള ചില തെളിവുകളുണ്ട്, അത് വളരെ വളരെ വാലിഡ് ആണെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് SIT വരും മണിക്കൂറുകൾ തന്നെ കടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. രാഹുൽ വിജയനാണ് രാജപാളയത്ത് നിന്ന് ശ്രീകൃഷ്ണൻ എന്നയാൾക്കൊപ്പം ചേർന്നത്. ഒപ്പം മനീഷ് മഹിവാൾ, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.